ഹലോ ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ തലേദിവസം വെച്ച ആ ഇഡ്ഡലി മാവില്ലേ, ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്ന് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. നോക്കിയേ, നല്ല രസമായിട്ടുണ്ട്. നമുക്ക് ഈ ഇഡ്ഡലി മാവ് വെച്ചിന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സാമ്പാറും ചമ്മന്തിയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതാണ്. ഇന്ന് പക്ഷേ കുറച്ചും കൂടി ഇതായിട്ട് പൊടി ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചു. ആദ്യം തന്നെ അതിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇഡ്ഡലി തട്ടിൽ വെച്ച് ഞാൻ ഇഡ്ഡലി ആദ്യം ഉണ്ടാക്കി വെക്കുവാണ്. അങ്ങനെ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ പഞ്ഞു പോലത്തെ എന്നൊക്കെ പറയുന്ന ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി തട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് നമ്മളതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം കുടയും. അത് എളുപ്പം നന്നായിട്ട് വിട്ടു പോരാനാണ്. പണ്ടൊക്കെ ഇങ്ങനെ വലിയച്ഛയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാനും ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് എടുത്തു. ഞാനിതിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ലായിരുന്നു കേട്ടോ തട്ടിൽ, അല്ലാതെ തന്നെയാണ് ഈ രീതിയിൽ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടേബിൾ സ്പൂൺ സാധാരണ പരിപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം പച്ചരി എടുത്തിട്ടുണ്ട്. അത് മൂന്നും നമ്മളെടുത്ത് കഴുകി ഒരുവിധം വെള്ളം തോർത്തിയിട്ട് ഒരു ചൂടുള്ള പാനിലേക്ക് ഇട്ടതൊന്ന് ചൂടാക്കി എടുക്കുവാണ്. ആ ഉഴുന്നൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നന്നായിട്ട് മനസ്സിലാവും. ഉഴുന്ന് നല്ല ചുവന്നുമൊക്കെ വരും. ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ ഇതെടുത്ത് മാറ്റുവാണേ. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഞാൻ ഒരു പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഞാൻ ഇതിൽ കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊന്നും കൂടെ ചൂടാക്കുവാണേ. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കറിവേപ്പില പൊടിഞ്ഞു പോകുന്നുണ്ടോ. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം എടുത്തു വെച്ചതിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്യാം. ആദ്യത്തെ ആ ഉഴുന്നിൻ്റെയൊക്കെ കൂട്ടിലേക്ക് ഇപ്പോഴത്തെ ആ മുളകിൻ്റെ കൂട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് കായമാണ് ഞാൻ ചേർക്കുന്നത്. കായം പൊടിയായാലും മതി. എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ കായം ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കുറച്ചുകൂടി നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്തത്. ചിലർ നല്ലെണ്ണയോ നെയ്യൊക്കെ ചേർക്കുന്ന കാണാം. ഇവിടെ കൂടുതൽ ഇഷ്ടം വെളിച്ചെണ്ണ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഇഡ്ഡലി പൊടി മിക്സിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ആവശ്യമെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ കൂടി ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വെളിച്ചെണ്ണയിൽ കുഴച്ചെടുത്ത അതുപോലെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ കുട്ടികൾക്ക് നെയ്യൊക്കെ ചേർത്ത് കഴിക്കുന്നത് കുറച്ചുകൂടി ഇഷ്ടമാണ്. താങ്ക് യു.